എനിക്കും അവിടെ ചില അത്യാവശ്യ ജോലികളുണ്ട്. സൗകര്യം പോലെ പിന്നെ പറയും. ഞാനൊന്ന് പോയിട്ട് വരാം. അവനിവിടെ നിൽക്കുകയാണത്രേ. ഞാനിപ്പോ പോകുന്നില്ല. എനിക്ക് തിരക്കില്ല. ലീവുണ്ട്. മുത്തച്ഛൻ എപ്പോഴാ മരിക്കുക? വാടവിടെ. എവിടുന്ന് പഠിച്ചോ നിന്റെ മാനേജ്? എവിടുന്ന് പഠിച്ചോ? കേട്ടില്ലേ അവൻ പറഞ്ഞത്? ആളുകൾ എന്ത് വിചാരിക്കും? വന്നവരൊക്കെ അച്ഛനൊന്ന് മരിച്ചു കാണാൻ പ്രാർത്ഥിക്കായിരുന്നു. കുട്ടികൾക്ക് അഭിനയം അറിയില്ല. അവനുള്ളോ തുറന്നു പറഞ്ഞു പോയി. സിമ്പിൾ. എക്സ്പ്ലനേഷൻ സ്റ്റഡി ക്ലാസ് ഒന്നും വേണ്ട. ഗെറ്റ് റെഡി. ഇപ്പൊ എന്നോട് വരണം. അയൽവക്കത്ത് വേറെ 2 ജന്തുക്കളെ കൂടി കളിക്കാൻ കിട്ടിയിട്ടുണ്ട്. മതി, പുറപ്പെടും. നീ വരില്ല അല്ലേ? അവൻ ഇവിടെ നിൽക്കട്ടെ. ശരി, സൗകര്യമുള്ളപ്പോ വന്നാ മതി രണ്ടാളും. കാർ തിരിച്ചയക്കണോ? വേണ്ട. പിന്നെ എന്റെ യാത്രയെപ്പറ്റി ആലോചിച്ച് വെറുതെ വിഷമിക്കരുത്. ഇല്ലാത്ത പ്രോബ്ലംസ് ഒക്കെ വെറുതെ സങ്കല്പിച്ചുണ്ടാക്കും. അതാണ് സ്വഭാവം. ഓൾ ഫോർ ദ ബെസ്റ്റ് എന്ന് കരുതിയാൽ മതി. ആദ്യം ഈ ഇന്റർവ്യൂ കഴിയട്ടെ. വിഷ് മീ ഗുഡ് ലക്ക്. ഗുഡ് ലക്ക്. താങ്ക് യു. All for the best and good luck. മിസ്ട്രസിന് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയോ? മിസ്ട്രസ് ആയില്ല, ട്രെയിനിങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ, അബദ്ധത്തിൽ വഴിതെറ്റി വെച്ച് കാണും, അല്ലാതെ നീ വരില്ല. ഇപ്പൊ വഴിക്ക് വെച്ച് കണ്ടപ്പോ അമ്മാവനും ഇത് തന്നെ ചോദിച്ചു. അല്ല, രാജേട്ടൻ എന്താ അടുക്കളയില്? നാണിയമ്മക്ക് വാദം വരുന്നില്ല. ചീരു അടുക്കള കയറുന്നത് അച്ഛൻ ഇഷ്ടമല്ല. ആള് ഗാന്ധി ശിഷ്യനാണെങ്കിലും വീട്ടിൽ അല്പം അയിത്തവും ശുദ്ധമൊക്കെ ഉണ്ട്. ടോപ്പ് സീക്രട്ടാ. എന്തേ മിസ്ട്രസ് ഒരു തിരുവിളയാട്ടം ഈ വഴിക്ക്? ഞാനൊരു ശുപാർശയ്ക്ക് വന്നതാണ്. വഴിക്ക് വെച്ച് അമ്മാവനോട് പറഞ്ഞു. കനത്തിനൊന്ന് മൂളി. വന്നാൽ ഒന്നുകൂടി നടത്തണം നിവേദനം. എഴുത്തച്ഛന്റെ സ്കൂളിൽ ഒരു വേക്കൻസി ഉണ്ട്. രാജേട്ടൻ ജോലിക്കാരിയൊന്നും ആയില്ലേ? ജോലി ഉണ്ടല്ലോ ഇപ്പോ. ഗൃഹഭരണം, വെച്ചു വിളമ്പൽ. ശുപാർശ ചെയ്യാൻ ആരെങ്കിലും വേണ്ട പെണ്ണേ? അളിയന്മാരില്ലേ? ഓ, അടുക്കളപ്പണിക്ക് വേണമെങ്കിൽ ഇന്ന് ഞാൻ കിടന്നോളാം. ഇന്ന് മാത്രമായിട്ട് വേണ്ട, സ്ഥിരം തസ്തിക തരാലോ. രാജാ, എഴുത്തച്ഛന് തെരഞ്ഞു പോകേണ്ടി വന്നില്ല. ഭൂപണയമെങ്കിൽ എന്തോ കാര്യം പറയാൻ എന്നെ നോക്കി വരികയായിരുന്നു. അത് നിന്റെ ഗുരുത്തത്തിനായി. എടോ, അടുക്കളയിലെ സ്ഥിതി എന്താ? ചോറുണ്ട്, പപ്പടം കാച്ചണം, പിന്നെ ഒരു... ഞാൻ അടുക്കളയിൽ നോക്കാം, ഒരു 5 മിനിറ്റ്. എഴുത്തച്ഛന്റെ സ്കൂളിലേക്ക് നിനക്കെത്ര നടക്കണം? 3 നാഴിക. ഇവിടുന്ന് പോവാച്ചാലോ? അത്രയില്ല. നീ ഇവിടെ താമസിച്ചിട്ട് പോയാൽ എന്താന്നാ ഇപ്പൊ ഞാൻ ആലോചിക്കണം. രാവിലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോവാനൊക്കെ സമയം ഉണ്ടാവോ? ഇവൻ എന്തെങ്കിലും ഒരു പണി കിട്ടിപ്പോയാൽ ഇവിടെ ആരാ ഉള്ളത്? അപ്പൊ അമ്മുക്കുട്ടിയുടെ വീട് പൂട്ടിയിടുവോ? നീ പറയണത് കേട്ടാ തോന്നും അവിടെ കൊട്ടാരവും കെട്ടിയിരിപ്പുള്ള സ്ഥലമാണ്. പറമ്പില്ലക്കാരുടെ. പഴയ ആധാരപ്രകാരം ഇറവെള്ളം വീഴുന്ന സ്ഥലത്തിനെ അവകാശമുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞെന്ന് മാത്രം. ശനി ഞായറും ഇടയ്ക്കൊന്ന് പോയി നോക്കാം. എന്റെ സൗകര്യം പോലെ മതി. തലയിലെഴുത്ത്. അല്ലെങ്കിൽ 10-45 വയസ്സിൽ എടുത്തിട്ട പോലെ അവളെ കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. എന്റെ തലയിലെഴുത്ത് അതാണ്. BA-ക്ക് പോയ നേരത്ത് ഞാനും വല്ല TTC എഴുതാൻ നോക്കിയാൽ മതിയായിരുന്നു. വീട്ടുമുറ്റത്ത് 10-300 രൂപ, പരമസുഖം.
300 431 രൂപ 90 പൈസ 10 പൈസ റവന്യൂ സ്റ്റാമ്പിന്റെ. അപ്പോ ഇനി എനിക്ക് ധൈര്യമായിട്ട് കടം ചോദിക്കാം. അല്ലെങ്കിൽ എന്തൊരു കടം? താമസം ഭക്ഷണ ചെലവ് വകയിൽ 200 രൂപ എന്റെ കയ്യിൽ അച്ഛനറിയാതെ. വേണ്ട, 200 വേണ്ട, 150 മതി. പോട്ടെ, നമ്മുടെ അമ്മുക്കുട്ടിയല്ലേ എന്ന് വിട്ടുവീഴ്ചയെ. ഓൾറെഡി പിന്നെന്താ? പിന്നെ ഗ്രഹഭരണ അടുക്കളപ്പണി 5 മണിക്ക് എണീറ്റ് പണി തുടങ്ങിയാല് 9:30 ഇറങ്ങാൻ ഒക്കൂന്ന് ഓർക്കണം. മക 2 തരേണ്ടൻ സംഖ്യ 300 കഴിച്ച് മാസം 1-ാം തീയതി കൃത്യമായി തീ കക്ഷിക്ക് 150 തരേണ്ടതാകുന്നു. സമ്മതം? ഷൈലോക്ക് തന്നെ. ആരാര്? ഷൈലോക്ക്, നിനക്കറിയില്ല?